പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖുർആനിലേക്ക് സാഗോദം നിങ്ങൾ ശ്രദ്ധ ചെലുത്തണേ, പരിപൂർണമായി ശ്രദ്ധ നിങ്ങൾ അവലംബിക്കണേ. എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. فإذا قرئ القرآن فاستمعوا له وأنصتوا. ഖുർആൻ ഓതപ്പെട്ടാൽ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. എങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തന്നെ പറയുന്നു, ഖുർആൻ കേട്ടാൽ നിങ്ങൾക്ക് കരുണ അള്ളാഹു നൽകും, കാരുണ്യം ചൊരിയപ്പെടും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനിനെ പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥ മുഅ്മിൻ ആരാണ്? യഥാർത്ഥ സത്യവിശ്വാസി ആരാണ്? ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ മുഅ്മിൻ അല്ലാഹ് എന്ന വാക്ക് തന്നെ കേൾക്കുമ്പോൾ, അല്ലാഹ് എന്ന വചനം തന്നെ കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങുകയാണ്, ഹൃദയം വിറങ്ങലിക്കുന്നവനാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ പടപ്പാണ്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. റബ്ബ് അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വല്ലാതെ വിറങ്ങലിക്കും. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്താൻ നമുക്ക് ആ ഒരു വിറങ്ങലിക്കൽ വന്നിട്ടില്ല എങ്കിൽ, അല്ലാഹ് കേൾക്കുമ്പോൾ ഒരു ഭയപ്പാടില്ല എങ്കിൽ നമ്മൾ മോശപ്പെട്ടവരാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി 5 വഖത്ത് നമസ്കാരങ്ങൾ ചിട്ടവച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോഴും നമസ്കാരങ്ങൾ മുടക്കമില്ല. സ്വഹാബിയാണ്. ഒരു വഖത്ത് പോലും ജമാഅത്തുകൾ മുടക്കാത്തതാകുന്ന വ്യക്തിയാ. സുബ്ഹാനല്ലാഹ്. സുബഹിക്ക് കൃത്യമാണ്, ളുഹറിന് കൃത്യമാണ്, അസ്റിന് ജമാഅത്തിന് കൃത്യമാണ്, മഗ്രിബും ഇശാഉമെല്ലാം അവ്വൽ വഖത്തിൽ ജമാഅത്ത് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. പള്ളിയുടെ മാടപ്രാവായി നിലകൊണ്ടതായ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ ഒരൊറ്റ വഖത്ത് പോലും ഒഴിവാക്കലില്ല. ഏത് നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോഴും അദ്ദേഹത്തെ ഒരു പെണ്ണ് നിന്നുകൊണ്ട് അദ്ദേഹത്തെ കണക്ഷൻ ഇടാൻ ശ്രമിക്കുകയാണ്. എല്ലാ വഖത്ത് കഴിഞ്ഞ് മദീനയിലെ തെരുവിലൂടെ പോകുമ്പോൾ ചെറുപ്പക്കാരനായി മനുഷ്യനുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം വെക്കണം. അതിനൊരു പെണ്ണ് വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുക. പെണ്ണൊരുമിട്ടാ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ ദിവസവും വന്ന വഴിയരികിൽ നിൽക്കും. ബഹുമാനപ്പെട്ടതാകുന്ന സഹാബി വര്യൻ അദ്ദേഹം അതാ ഒരിക്കൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, എന്റെ വീട് വരെ ഒന്ന് വരണേ, എന്റെ വീട്ടിലേക്കൊന്ന് വാ. അങ്ങനെ മഹാനവറുകൾ നിർബന്ധ നിമിത്തമായിട്ട് സൽക്കാരത്തിനാണെന്ന് പറഞ്ഞാണ് ക്ഷണിക്കുന്നത്. നിർബന്ധത്തിന് വഴങ്ങി വീട്ടിലേക്ക് ചെന്നു. ബഹുമാനപ്പെട്ടവരെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ ബോധരഹിതനായി വീഴുകയാണ്.
ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ബഹുമാനപ്പെട്ടവരെ, ശരീരത്തിലേക്ക് ആ പെണ്ണ് പിടിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. അവസാനം അദ്ദേഹത്തെ നാട്ടുകാര് ശവമഞ്ചമില്ലെടുത്തിട്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തെ ഇതാ വീട്ടിലേക്ക് കൊണ്ടുപോയാണ്. മയ്യത്ത് കട്ടിലിട്ടുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. തന്റെ വീട്ടിലേക്ക് പോകും വഴി അദ്ദേഹത്തിന് ബോധം വരുകയാണ്. ആളുകൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കാര്യം ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാ. ഇശാ നമസ്കരിച്ചിട്ട് ഞാൻ പോകുമ്പോ ഇന്നാലിന്ന പെണ്ണ് അവരുടെ വീട്ടിൽ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചതാണ്. ചെന്നപ്പോൾ തന്നെ കഥകൾ ബന്ധിച്ചു കളഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ ഈ ആയത്ത് ഓടിയപ്പോ ഈ ആയത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കടന്നു വന്നപ്പോ എന്റെ ബോധം തെളിഞ്ഞ് എന്റെ ബോധം പരിപൂർണമായി നഷ്ടപ്പെടുകയാണ്. പിന്നീട് അവർ തന്നെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ആളുകൾ വന്നുകൊണ്ട് എന്നെ നിങ്ങൾ കൊണ്ടുപോയതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഏതാണ് ആയത്തെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കമുള്ള സൗദത്തിൽ വെച്ചുകൊണ്ട് പ്രസിദ്ധനായ സ്വഹാബി ഓതിക്കൊടുക്കുകയാണ്. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഹൃദയത്തിലെ തഖ്വയുള്ളതാകുന്ന ആളുകൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നതായ വ്യക്തികൾക്ക് പിശാചിന്റെ കരവലയത്തിലേക്ക് അകപ്പെടേണ്ട താമസം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വന്നാൽ അവരാ തെറ്റിൽ നിന്ന് മാറുകയാണ്. അവർ പരിപൂർണമായി ഉൾക്കാഴ്ചയുള്ളവരായി കടന്നു വരുകയാണ്. അത് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. വൈദാ തുത്ലാ അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയത്തിൽ വല്ലാത്ത ഭയപ്പാടാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോഴും അവരുടെ ഈമാൻ ബലം വർദ്ധിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ സ്വഹാബി വര്യൻ ഈ ആയത്തങ്ങോട് ഓതി വെച്ചതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കമുള്ള സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് ഓതിക്കൊണ്ട് മരണം വരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുകയാ, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. തഖ്വ വെച്ചുകൊണ്ട് ജീവിതത്തിൽ സംശുദ്ധപരമായി ജീവിതം നയിച്ചതായ ഈ ചെറുപ്പക്കാരനില്ലയോ, ഒരന്യ പെണ്ണിന്റെ കരവലയത്തിൽ അകപ്പെട്ടിട്ട് പോലും വ്യഭിചരിക്കാതെ ശരീരത്തെ സംശുദ്ധമാക്കിയ ഈ സഹോദരനില്ലയോ, സ്വർഗം ഉറപ്പാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയത്തിൽ ചലനമുണ്ടാവുക. വിശുദ്ധമായ ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ ഈമാൻ അധികരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടാൻ നിലകൊണ്ടതായ സഹോദരൻ ആരോരും അറിയാതെ അന്യ പെണ്ണിൻ്റെതാകുന്ന ഗേഹത്തിൽ അവരുടെ വീട്ടിൽ ഒരാൾ പോലും അറിയാതെ, ഒരു നാട്ടുകാരറിയാതെ, ഒരു കൂട്ടുകാരറിയാതെ മദീനയിലെ ഏതോ ഒരു തെരുവിൽ വെച്ചുകൊണ്ട് വിചരിക്കാൻ സാധിക്കുമേ? പട്ടുമെത്തയിൽ കടന്നുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമേ? ഒരാൾ പോലും പറയുകയില്ല, ഒരാൾ പോലും അറിയുകയില്ല. പക്ഷേ എല്ലാം കാണുന്നവരായ അള്ളാഹു ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതായ സ്വഹാബി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ഈ മനുഷ്യരിലേക്ക് നോക്കിക്കൊള്ളുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാരകാരിയല്ല, നിസ്സാരമായ സംഗതിയല്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ വരുന്നതാകുന്ന വ്യക്തികൾക്ക് ആ സമയത്തുണ്ടാവുന്ന ഈമാൻ ഏതു തലത്തിലായിരിക്കുമെന്ന് ചിന്തിക്കൽ. ഈമാൻ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം.
അവിടെയാണ് ആഖിബത്ത് നന്നാവുക എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ അവധി എത്തി നിൽക്കുകയാണ്, അവസാന സമയമാണ്. അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന രംഗമാണ്. പടച്ചറബ് ഒരു പരീക്ഷണം കൊടുത്തു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു, സ്വർഗം പുൽകാൻ കാരണമായി തീർന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപ്പം ഈമാൻ അധികരിക്കണം നമുക്ക്. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അല്ലാഹ് എന്ന് പറയുമ്പോൾ പിന്നെ ഹൃദയം നടുങ്ങണം. ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ അധികരിക്കണം. തീർന്നില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന്റെ സമക്ഷം സർവ്വതും സമർപ്പിക്കുന്നവനാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ടായാലും, ശാരീരികപരമായ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായാലും, കുടുംബജീവിതം താറുമാറായാലും, എന്ത് വിഷയമുണ്ടായാലും അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ഉമ്മയുണ്ടോ? അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നതായ ഉപ്പയുണ്ടോ? യഥാർത്ഥ മുഅ്മിനാണ്, മുഅ്മിനത്താണ്. അവരാണ് യഥാർത്ഥ മുഅ്മിൻ. എന്ത് വിഷയം വന്നാലും കുലുക്കമില്ല. ഒക്കെ റബ്ബിന്റെ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ സഹിക്കാൻ റെഡിയാണ്, ക്ഷമിക്കാൻ റെഡിയാണ്. അതാണ് യഥാർത്ഥ മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് ഈ പഠിക്കുന്നത് കേട്ടാ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം നെടുങ്ങണം. അത് കിട്ടാനും വരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, അത്തിബത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ സമയം 2 മണിക്കൂറോളം തുടരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുന്നത് ഞാൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയില്ലേ? നമ്മുടെ കൺമുന്നിൽ ജീവിച്ച മഹാനുഭാവൻ, സംശുദ്ധപരമായി ജീവിച്ച വ്യക്തിത്വം, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയ വ്യക്തിത്വം, എല്ലാ തിരുസുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിപൂർണമായി ശ്രദ്ധിച്ച വ്യക്തിത്വം. നമ്മുടെ കൺമുന്നിൽ നിന്ന് ഈ അടുത്തിടെ മരണപ്പെട്ടു പോയവർ, അള്ളാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മൾ 1000 കൊല്ലം മുൻപുള്ള മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മുടെ കൺമുന്നിൽ തന്നെ സംശുദ്ധ ജീവിതം നയിച്ച് അടുത്തിടെ വഫാത്തായി പോയവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരെത്രത്തോളം ഉന്നതിയുള്ള ആളുകളാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. മനസ്സിലാക്കണം, അവരൊക്കെ ഉന്നതമായ തലത്തിലേക്ക് എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ്? ശ്രേഷ്ഠമായ ദിക്റുകൾ, അല്ലാഹ് എന്ന നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്റുകളെ ശരിക്കും ശ്രദ്ധിച്ചു അവർ. ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹുവിന് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്ക് ഒരു ഖാസായ പ്രത്യേകമായും എനിക്കൊരു അമൽ തങ്ങൾ പറഞ്ഞു തരണം. മരുമകനാണ് ആര്? അലി റളിയല്ലാഹുവിന്. എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണ് എങ്കിൽ ആ അറിവിൻ്റെതാകുന്ന കവാടം, അതിലേക്കുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പം നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയറിൽ നിന്നാണ്, നിസ്സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെ സൂചിക്കുകയാണ്. അങ്ങനത്തെ അലിയാർ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് ഇജാസത്ത് വാങ്ങാൻ, അനുവാദം വാങ്ങാൻ ഒരു ദിക്ർ അവിടെ നിന്ന് തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ദിക്റാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അധികരിപ്പിക്കണേ അലിയെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന് നൽകിയത്. ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്തയുടെ സമുന്നതരാകുന്ന സാദാത്യങ്ങളും മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീദന്മാർക്ക് നൽകിയതും ഇതേ ദിക്ർ തന്നെയാണ്. ഇതന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരും, ഉറപ്പാണ്. 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ നരകീയ മോചനം, ഇതാഖത്തു സുഗ്റ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
70,000 ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അല്ലേ? 3, 7, 11 നമ്മൾ എന്ത് ചെയ്യും? അത്തരത്തിൽ ദിക്ർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ അതിനപ്പുറം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്തു വെക്കണം. ഇത് നാളേക്ക് വേണ്ടി. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ 10 പേര് വന്ന് നമ്മൾ ദിക്ർ ചെല്ലുന്നതിനപ്പുറം ഇഖ്ലാസോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം. 70,000 ചൊല്ലി മതിയാക്കാനല്ല, അതിനേക്കാൾ ഏറെ ചെല്ലണം. ചുരുങ്ങിയത് അതെങ്കിലും ചൊല്ലി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഇതാഖത്തുൽ കുബ്റ, ഖബർ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 1,00,000 ഓതിയാൽ അതും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കാൻ വേണ്ടിയുള്ള ഒരു അമലാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് സംസാരിച്ച് വെറുതെ ഇങ്ങനെ നമ്മൾ ഫനായും ബസാദും പറഞ്ഞ് കളയണ്ട നമ്മുടെ സമയങ്ങളെ. പകൽ സമയങ്ങളിൽ, രാത്രി സമയങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമലിന് വേണ്ടി പറഞ്ഞതാണ്. 70,000 ദിക്ർ, ഏറ്റവും ചുരുങ്ങിയത് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ചെല്ലണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള സമയവും സന്ദർഭമൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുവന്നാലും റായത്തോ? ബക്കറ്റില്ല. എല്ലാവരും ഒരു സദക്ക, അല്ലാഹു നമ്മുടെ സദക്ക സ്വീകരിക്കുമാറാവട്ടെ. നിയ്യത്തുൽ അല്ലാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു പരിപൂർണമായ കാവൽ നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സലാത്തിലേക്ക് എല്ലാവരും. സുർലരീഹൽ മുസ്തഫ വസിദ് ഇഖാമതം ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാരി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഞങ്ങളുടെ ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തോലെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളെ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ്റെതാകുന്ന ക്വാളിറ്റി, ഏതൊക്കെ ക്വാളിറ്റികൾ കൂടുമ്പോഴാണ് അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് എണ്ണിയത്. അല്ലാഹ് എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. അതിനാണ് നമ്മൾ റാത്തീബും മൗലിദിലും ഒക്കെ ചേർത്ത് കൊണ്ടുവരുന്നത് അല്ലേ? അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലേ? ചിലരല്ലേ ഉണ്ട്. അതെന്തിനാണ്? നമ്മുടെ കൽബിൽ ഇതിങ്ങനെ ചൊല്ലി 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 അതിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ മുഅ്മിൻ അതാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിലേക്ക് എത്തണം. നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ ഇനിയും യഥാർത്ഥ മുഅ്മിനിലേക്ക് എത്താൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞ മുഅ്മിനിൻ്റെ ഈ ക്വാളിറ്റികൾ മേളിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയപ്പാടുമില്ല എങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവനോട് എടാ തെറ്റുകുറ്റങ്ങൾ ചെയ്യരുതേ, പടച്ചറബ് കാണുമെന്ന് പറയുമ്പോൾ പിന്നെ കാണാം, മഹ്ശറിലല്ലേ നോക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നിനക്കുള്ളതെങ്കിൽ നീ ഈമാനില്ലാത്തവനാണ്.
കള്ളു കുടിക്കുന്നവരോട് പടച്ചറബ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരോട് അള്ളാഹു ദർശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഓ അതൊന്നും വലിയ കാര്യമില്ല, മഹ്ശറിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഹിസാബ് നേരിടാൻ വേണ്ടി തയ്യാറാകുന്ന ആധുനിക തലമുറ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവർ റബ്ബിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ തന്നെ ഭയപ്പാട്, ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ തന്നെ ഈമാനിന്റെ ആധിക്യമുണ്ടാവുക, ഈമാൻ അധികരിക്കുക. എന്ത് വിഷയമുണ്ടായാലും അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന ഒരു ശൈലി നിനക്കുണ്ടായാൽ നീ യഥാർത്ഥ മുഅ്മിനാണ്. തീർന്നില്ല, രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടാവണം. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ പേടിക്കുക മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ അധികരിക്കുന്ന വ്യക്തിയാണ്. തീർന്നില്ല, എന്ത് വിഷയമുണ്ടായാലും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്നവരാ. കഴിഞ്ഞില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ പാൻ കാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡിലോ മുസ്ലിമിന്റെ പേര് ചേർത്തത് കൊണ്ട് മാത്രമായില്ല, ഈ ക്വാളിറ്റികൾ ഉണ്ടാവൽ നിർബന്ധമാണ്. അല്ലദീന യുഖീമൂന സ്വലാ, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരാകണേ. ഒരൊറ്റ നമസ്കാരം പോലും ഖളാ ആക്കാത്തവരാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. കോവിഡാനന്തര കാലത്തിലല്ലേ ജീവിക്കുന്നത്? എത്ര ജുമഅകളാണ് സഹോദരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, എത്ര ജമാഅത്തുകളാണ് ചെറുപ്പക്കാർ ഇല്ലാതാക്കുന്നത്, എത്ര മോശമായ പ്രവണതയിലേക്കാണ് ഈ സമൂഹം എത്തിപ്പെടുന്നത്. من ترك ثلاث جمع بغير عذر طبع الله في قلبه. അകാരണമായി 3 ജുമഅകൾ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കേണ്ട പാഠമാണ്. 3 ജുമഅ കാരണമായി ഒഴിവാക്കിയാൽ, കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല, കച്ചവടമുണ്ട്, നല്ല സമയമാണ്, സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, കാരണമില്ലാതെ പരിശുദ്ധമായ ജുമഅയ്ക്ക് മുടക്കം വരുത്താനുള്ള കാരണമില്ലാതെ ജുമഅ ഒഴിവാക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, കുഫരിയത്തിന്റെ സീല് അല്ലാഹു പതിപ്പിക്കുമേ ഹൃദയത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര കച്ചവടക്കാരാണ് ജുമഅയെ നഷ്ടപ്പെടുത്തുന്നവരില്ലേ, ജമാഅത്ത് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ. നഊദുബില്ലാഹ്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സഹോദര, പഠിച്ചു വെക്കണേ സഹോദര. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ഭർത്താവിനെയും വാപ്പയെയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞുവിടൽ ശ്രദ്ധിക്കണേ. കാരണം ജമാഅത്ത് നിസ്സാരമല്ല. ജമാഅത്തായി നിസ്കാരം നിസ്സാരമല്ല. ഇതാ ഒരു ചരിത്രം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാത്തതിനി സ്വലാത്തുൻ സ്വലാത്തുൽ ഇശാഇ മഅൽ ജമാഅ. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ്. ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം.
ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി. അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകുകയാ. ഫദഹബതു ഇലൽ മസ്ജിദി ഫൈദൻ ഹുല്ഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറാ. സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? താബീങ്ങൾ. അവരുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ, അവരോട് ചേർന്ന് ജീവിച്ച അഹ്ലുകാർ. അതിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇശാ നമസ്കാരത്തിന്റെ അവ്വൽ വഖത്തല്ല, ഇശാ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത്. നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടല്ലോ. മുമ്പ് അങ്ങനെയൊന്നുമില്ല. ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്ത് കൊടുക്കുക, ഫർള് നിസ്കരിക്കുക. നമ്മളിപ്പോൾ സൗകര്യാർത്ഥം വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ത്? ബാങ്ക് വിളിക്കുന്നു, സുബൈക്കാണെങ്കിൽ അരമണിക്കൂർ, ആചാര്യ പല്ല് വെച്ച് കുളിച്ച് വരട്ടെ എന്ന് കരുതി അരമണിക്കൂർ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇഖാമത്തിന് ശബ്ദം കേൾക്കുമ്പോഴാണ് പതുക്കെ ബ്രഷ് എടുക്കുന്നത് ചിലർ. അതുപോലെ ളുഹറും അസറും മറ്റു വക്കത്തുകൾക്ക് മഗ്രിബ് മാത്രം വേഗം നിസ്കരിക്കും അല്ലേ. ഇശാ ഈ ബാക്കിയുള്ള 3 വക്കത്തുകൾക്കൊക്കെ ഒരു 15 മിനിറ്റ് അങ്ങനെയല്ലേ ഇവിടെ? അതെ. എന്തിനാണ് അങ്ങനെ? ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം കൊടുക്കാൻ. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു മുൻഗാമികൾ. എങ്ങനെയാണ്? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തും. പള്ളിയിലെത്തിയതിന് ശേഷം ബാങ്ക് വിളിക്കപ്പെടുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കപ്പെടുന്നു, ഫർള് നിസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ശൈലി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അതിഥികൾ വന്നതിൻ്റെ പേരിലാണ് എനിക്ക് നിസ്കാരം ഫൗത്തായി പോയത്. അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ വഖത്ത് ജമാഅത്ത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചിരുന്നില്ല. ആദ്യത്തേതും അവസാനത്തേതുമായ ഒരൊറ്റ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിഥികളുണ്ടായിരുന്നു, അവരെ സൽക്കരിച്ചിരുന്നതാണ്. ബാങ്ക് വിളിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, പള്ളിയിൽ ജമാഅത്ത് നിർവഹിച്ചു. ഞാൻ വേഗം തന്നെ ഇവിടെ നിന്നെല്ലാം ഒഴിവാക്കിയിട്ട് വേഗം അവരെ പറഞ്ഞെല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ട് പോയി. ഇത് സുന്നത്തായ ഒരു അമലാണല്ലോ. മുത്തുനബിയുടെ ഒരു അമൽപ്പെട്ടതാണിത്. അതിഥി സൽക്കാരം വലിയ കൂലി കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നേരെ പള്ളിയിലേക്ക് തന്നെ പോവാണ്. അത് തന്നെ ചിന്തിക്കണം. ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞ് സാധാരണ പള്ളിയിൽ ഇപ്പോൾ പള്ളി ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയം അറിയാമല്ലോ, എന്നാൽ ഇനി പള്ളി പോകണ്ട, ഇവിടെ നിസ്കരിക്കാം, നമ്മളങ്ങനെ ചെയ്യല്. അപ്പോഴും അദ്ദേഹം അങ്ങനെയല്ല, പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം വേറെയാണ്. അതുകൊണ്ട് ഫദഹബതു ഇലൽ മസ്ജിദി ഫഇദൻ ഉൽഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറ. പട്ടണത്തിലുള്ള എല്ലാ പള്ളിയും പൂട്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പള്ളിയിലും പോയെന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ് ഞാനീ പറയുന്നത്. ഞാൻ എല്ലാ പള്ളികളിലും പോയി നോക്കി, അതൊക്കെ അടച്ചിട്ടുണ്ട്. പല പള്ളികളിലും പോയി നോക്കി. അപ്പം ഇനി രക്ഷയില്ല. ഫറജഅതു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അദ്ദേഹം പറയാൻ, ശരിക്കും ശ്രദ്ധിക്കണേ, എന്തിനാ പോകുന്നത്? ജമാഅത്തായി നിസ്കരിക്കാൻ പോയാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, പള്ളി അടച്ച് പൂട്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഫറജഅതു ഇലാ ബൈതി. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഫതവല്ലഉതു അഹ്സനൽ വുളൂഇ, നല്ല വൃത്തിയായി കൃത്യമായി ഞാൻ വുളൂ ചെയ്തു. ഫഖുംതു ഇലൽ മുസല്ലാ, ഖിബല നിർണയിച്ച് നിസ്കരിക്കാൻ മുസല്ല വിരിച്ച് ഞാൻ നിസ്കരിക്കാൻ നിന്നു. ഫദകറതു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ആ പ്രവാചകർ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓർത്തുപോയി. അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൻ ب27 درجة. أن صلاة الجماعة أفضل من صلاة ب20 درجة. തീർച്ചയായും ജമാഅത്തായ നമസ്കാരം
ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ. എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. റസൂലുള്ളാഹിയുടെ വാക്കാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കണമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുസല്ല വിരിച്ച് നിന്നിട്ട് നിസ്കരിച്ചു. എത്രയാണെന്നറിയോ? അദ്ദേഹം തന്നെ പറയാൻ, ഫസല്ലൈതുൽ ഇശാ 27 മറ. 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ 4 റക്അത്തുള്ള ഇശാ നമസ്കാരം ഞാൻ 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു എന്ന് ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു. 4 റക്അത്തുള്ള ഇശാ നമസ്കാരം 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കാൻ എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ നിസ്കരിച്ചു. അപ്പൊ എത്ര റക്അത്തായി? 27 ഗുണം 4 എത്രയായി? 108 റക്അത്തായി. എത്ര റക്അത്തായി? തറാവീഹ് 20 നിസ്കരിക്കാൻ വയ്യാത്ത കൗമിനോടാണ് ഇപ്പൊ ഇത് പറയുന്നത്. അതെവിടെയെങ്കിലും ഹിഫ്ളുൽ ഉസ്താദ് ഉണ്ട്, അവിടെ ഖുർആൻ ഒരു ജുസ് തീർക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ താമസിക്കുന്നവൻ സ്കൂട്ടർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അപ്പർ ലൈനിൽ എവിടെ പോയി കരിക്കും? പുത്തനങ്ങാടിയിൽ വല്ല ആരെങ്കിലും അലന്തര മുതൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൂടും. അത് തന്നെ 4 റക്അത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ തൊണ്ടയൊക്കെ അനക്കി ഒന്ന് തുപ്പി ഒതുവെടുത്ത് അകത്ത് വന്നിട്ട് നിൽക്കരിക്കുമ്പോൾ 8ാമത്തെ റക്അത്തായി. പിന്നെ ഒരു 4 റക്അത്തും കഴിഞ്ഞ് 12 ആകുമ്പോൾ വീണ്ടും ഒരു തുപ്പാൻ പോക്കുണ്ട് വെളിയിലോട്ട്. ആ പോക്കും കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ഒതുവെടുത്ത് പിന്നെ കയറി വരുമ്പോൾ വിത്തറായി. അല്ലാ, ആ 3 റക്അത്തോടെ കഴിഞ്ഞ് കാല് നീട്ടിയൊരു ഇരിപ്പുണ്ട്, ഏറ്റവും വലിയ നിസ്കാരം കഴിഞ്ഞ മാതിരി. അങ്ങനത്തെ കൗമാണിപ്പോൾ ഇത്. അങ്ങനത്തെ ആളുകളോടാണ് എന്ത് പറയുന്നത്? 108 നിസ്കരിച്ച കഥ പറയാൻ പോകുന്നത്. ഏത് നിസ്കാരം? തറാവിയല്ല. ജീവിതത്തിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ 4 റക്അത്ത് ഇശാ നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ അത് എത്ര ഇരട്ടി പ്രതിഫലമാണ്? 108 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ നേട്ടമാണ് നിനക്ക് ആ 4 റക്അത്ത് ജമാഅത്തിൽ കിട്ടുന്നത്. ആണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആയുസ് വളരെ കുറവാണ്. 60-70 വയസ്സേ ഉള്ളൂ ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ്. മുൻഗാമികൾ ചെയ്ത 1000 വർഷവും 2000 വർഷമൊക്കെ ജീവിച്ച് അമൽ ചെയ്ത ആളുകളോടൊപ്പം നമ്മുടേതാകുന്ന അമലുകൾ എത്തണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്ത് മുടക്കരുത്. പുരുഷന്മാർ ശ്രദ്ധിച്ചോ, സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അകത്തിലെങ്ങനെ തന്നെ അവ്വൽ വഖത്ത് നമസ്കരിച്ചാൽ ഇതിലേറെ പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാർ ശ്രദ്ധിക്കണേ, ജമാഅത്ത് മുടക്കരുത്. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാം, 108 റക്അത്ത് ഞാൻ നിസ്കരിച്ചു, അഥവാ 27 തവണ ഇശാ ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതാ കേട്ടോ. ثم نمت في المصلى, പിന്നെ ഞാൻ നിസ്കരിക്കുന്ന മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഫറഅയ്തു ഫിൽ മനാം, ഞാൻ ഉറക്കിൽ തന്നെ സ്വപ്നം കാണുകയാണ്, കിനാവ് കാണുകയാണ്. അതാ കഅന്നി അലാ ഫറസിൻ മഅ ഖൗമിൻ അലാ അഫറാസ്, ഞാനൊരു കുതിരയുടെ പുറത്ത് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ജനങ്ങളുണ്ട്, അവരുടെ കൈവശം കുതിരയുമുണ്ട്. ഞങ്ങളെല്ലാവരും നസ്തബിഖൂ, മത്സരമാണ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ എന്നെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് അതിശക്തിയായി ചലിപ്പിച്ചു. എന്റെ കൂടെയുള്ളവരും എന്നോടൊപ്പം തന്നെ യാത്രയാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. എന്റെ കൂടെയുള്ളതായ ആളുകൾ അവരുടെ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോയാണ്. ഇതാ സ്വർഗത്തിലേക്ക് അവർ അടുക്കാറായി. ഒരുപാട് പിന്നിലാണ് ഞാനുള്ളത്. ഞാൻ വല്ലാതെ ശക്തിയായി എന്റെ കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു നോക്കി. ഫമാ അൽഹഖഹും, അവരോടൊപ്പം ചെന്നു ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല.
സ്വർഗത്തിലേക്ക് ഞാൻ എത്താറായി, പക്ഷെ അവരെക്കാൾ ഒരുപാട് പിന്നിലാണ്. ഫൽതഫത ഇലയ്യ വാഹിദും മിൻഹും, അവരിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, യാ ഉമൈർ ഇന്നക ലാ തസ്തതിഉ അൻ നൽഹഖ ബിനാ. അല്ലയോ ഉമൈറേ, നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ പറ്റുകയില്ല, ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിക്കുകയില്ല. ഞാൻ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ബിമാ, എന്ത് കാരണത്താലാണ്, എന്തുകൊണ്ടാണ്? എന്റെ കയ്യിൽ കുതിരയുണ്ട്, എന്റെ കയ്യിൽ കടിഞ്ഞാനുണ്ട്. ഞാൻ വീണ്ടും ശക്തിയായി ചലിപ്പിച്ചു നോക്കി, പക്ഷേ ഫമാ അൽഹഖും, അവരോടൊപ്പം ചെന്ന് ചേരാൻ എനിക്ക് സാധിച്ചില്ല. അവരതാ അതിശക്തിയായി ചലിപ്പിച്ച് സ്വർഗത്തിന്റെ കവാടത്തിനുള്ളിലേക്ക് കടന്നുപോയി. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി അവ്വൽ വഖത്തിൽ നമസ്കരിച്ചവരാ, നീ അവ്വൽ വഖത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ജമാഅത്ത് ഇല്ലാതെ നിസ്കരിച്ചവനാണ്. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാഅത്തായ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഞങ്ങൾക്ക് ഇതാ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമായി പോയി. നീ ഞങ്ങളിൽ നിന്ന് പിന്തിപ്പോകാനുള്ള കാരണം നീ ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവനാണ്. 27 തവണ ആവർത്തിച്ച് നമസ്കരിച്ചാലും ഞങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കുകയില്ല. ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, നീ ജമാഅത്തായി നിസ്കരിച്ചില്ല, നീ ഒറ്റയ്ക്ക് 27 തവണ ആവർത്തിച്ചു. അതുകൊണ്ടൊന്നും ബലമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദറജ ഞങ്ങളോടൊപ്പം എത്താൻ പറ്റൂല എന്ന് ചിന്തിക്കണം. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫബകൈതു ബുകാഅൻ ശദീദ, ഞാൻ ശക്തിയായി കരഞ്ഞുപോയി. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് കിടക്കുന്നുണ്ട്, പക്ഷേ എന്നോടൊപ്പമുള്ള ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളോടൊപ്പം എനിക്ക് കിടക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരൊറ്റ വഖത്തിന്റെ ജമാഅത്ത് മുടങ്ങിയതിന്റെ കാര്യം പറയുന്നത്. അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിച്ചു അദ്ദേഹം. എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു. എങ്ങനെയെങ്കിലും ആ കൂലി കിട്ടാൻ. പക്ഷെ ആ കൂലി എത്തുന്നില്ല. അതാണ് ജമാഅത്തായ നിസ്കാരത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരതല്ല. അത്തിപ്പറ്റ ഉസ്താദിനെ മറ്റുള്ള ഔലിയാക്കളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നതും അത് തന്നെയല്ലയോ. ഒരൊറ്റ നമസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തവരാണ്, പല രാജ്യങ്ങളും സന്ദർശിച്ചവരാണ്, പക്ഷെ ഒരൊറ്റ വഖത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ ഖളാ ആയിട്ടില്ല. ശ്രദ്ധാലുവാണ്. മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ പോയിട്ട് സുബയ്യാകാറായി കാരം വെച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും. നമ്മൾ അവരുടേതാകുന്ന സഞ്ചാരപാതകൾ നമ്മളും പിന്തുടരണ്ടേ. അവരെങ്ങനെയായിരുന്നു അവരുടെ ജീവിത ചരിത്രം, അവരിലുള്ള നന്മകൾ നമ്മൾ സംശീകരിച്ചെടുക്കണ്ടേ, എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ആദ്യ വഖത്തിൽ സ്ത്രീകൾ നമസ്കരിക്കണം. സ്ത്രീകൾ, പുരുഷന്മാരും അങ്ങനെ തന്നെ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുക, അതിനാണ് ശ്രേഷ്ഠത. പല സഹോദരിമാരും ളുഹർ നിസ്കരിക്കുന്നത് എപ്പോഴാ? അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. ഒരു 3 മണിയാകുമ്പോൾ പതുക്കെ കുളിച്ച് റെഡിയായി റാഹത്തായിട്ട് വെക്ക് വരും. മുസല്ല വിരിച്ച് ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് എന്ത് വിളിച്ചിരിക്കണം? എന്ത് വിളിക്കണം? അസർ വിളിക്കണം. ഇല്ലെങ്കിൽ മോദിനെ മാറ്റാനാണ് പറയുന്നത്. ഭർത്താവിനോട് പറയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, മുമ്പരെ മാറ്റിയേക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ അസർ. പിന്നെ അസർ വേഗം നിസ്കരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹ്. പിന്നെ ഒരു ഇറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും നഫീസത്തുൽ മിസ്രിയ വരുന്ന പോലെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പോലെ ഇരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരൊറ്റ വഖത്ത് കറക്റ്റല്ല. തോന്നുമ്പോൾ നിസ്കരിക്കാൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ഓലിയൊക്കെ കഴിഞ്ഞിട്ട് ചിലർ ളുഹർ നിസ്കരിക്കുന്നത്, സുബൈ നിസ്കരിക്കുന്നത് ളുഹറിൻ്റെ കൂടെ, ളുഹർ നിസ്കരിക്കുന്നത് അസറിൻ്റെ കൂടെ, ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ വരാൻ പാടില്ല. ബാങ്ക് വിളിച്ച ശുദ്ധിയുണ്ട്, വേഗം തന്നെ അവ്വൽ വഖത്തിൽ ആ നമസ്കാരം നിർവഹിച്ചിരിക്കണം.
അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താ? അതാ കേട്ടൊരു ഹദീസ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فيدعو له عند الله سبحانه حفظك الله كما حفظتني. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരം അവ്വൽ വഖത്തിൽ നീ നിർവഹിച്ചാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആ നമസ്കാരം തന്നെ ഓട്ടോമാറ്റിക്കായി കയറുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് നിന്റെ നമസ്കാരം ചെന്ന് നിൽക്കുകയാണ്. ഒരു മലക്കും അത് കൊണ്ടുപോകണ്ട, നേരെ ഉയർത്തി കൊണ്ടുപോയാണ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് നമസ്കാരം ചെന്ന് ചേരുകയാ. നിസ്കാരത്തിൽ നിന്ന് നീ സലാം വീട്ടിയാൽ ഉടനെ നീ ബാങ്ക് വിളിച്ച് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചവനാണോ? ബാങ്ക് വിളിച്ചപ്പോൾ അവ്വൽ വഖത്തിൽ തന്നെ ഒളു എടുത്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ നമസ്കരിച്ചവളാണോ? നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലുടനെ ആകാശ ലോകത്തേക്ക് നമസ്കാരം ഉയർത്തപ്പെടുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ അർശിന്റെ സവിധത്തിലെത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. حفظك الله كما حفظتني حفظك الله كما حفظتني. നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി